ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപർണ നിശാന്ത്. ഇന്ന് നമ്മൾ കോഴിക്കോടാണ് പോകുന്നത്. ഇന്ന് രാവിലെ ഒരു 6 മണിയോടെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല കോടമഞ്ഞും തണുപ്പും ആണ്. റോഡ് വരെ കാണാൻ പറ്റുന്നില്ല. നമുക്ക് കുട്ടീനെ ഒന്ന് കാണിക്കാൻ വേണ്ടി കോഴിക്കോട് വരെ പോകണ്ട. അങ്ങനെ കുട്ടീനെ ഒന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ കോഴിക്കോട് പോയി. അങ്ങനെ നമ്മൾ സ്കൂട്ടിക്കാണ് പോകുന്നത്. താമരശ്ശേരി ചുരത്തിൽ കൂടിയാണ് പോകുന്നത്. വണ്ടിയാണ് അവിടെയല്ല. നമ്മളങ്ങനെ അവിടെ ഒരു 11 മണി ആകുമ്പോഴത്തേക്ക് എത്തി. നിർത്തിയാണ് പോയത്, സ്കൂട്ടിക്ക് പോയതുകൊണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തി ടോക്കനെല്ലാം എടുത്ത് കുട്ടികളെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കയറി. നമ്മൾ അവിടെ എത്തി 2:30-3 മണിയാകുമ്പോഴാണ് കുട്ടികളുടെ ഡോക്ടറെല്ലാം കാണിച്ച് നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റിയത്. അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളാണ്. ഇഷ്ടംപോലെ ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് വെറുതെ കോഴിക്കോട് പോയതെല്ലാം കയറി. അങ്ങനെ അവിടുന്ന് അതെല്ലാം കണ്ടു. മെല്ലെ ഇങ്ങനെ വരാൻ നോക്കി. കുറേ ആളാണ് മുട്ടായി തെരുവിൽ വന്നത്. ഇഷ്ടംപോലെ മനുഷ്യന്മാരെല്ലാം ഉണ്ട് അവിടെ. അങ്ങനെ നമ്മൾ കുട്ടിക്ക് 2 ഡ്രസ്സ് ഇല്ലാതെ വേറെ ഒന്നും വാങ്ങിയില്ല. അവർക്ക് 2 ഡ്രസ്സും ഒരു കുപ്പിയും കൂടി വെച്ച് നമ്മൾ അവിടുന്ന് മെല്ലെ ഇറങ്ങി. അവളെയും കൊണ്ടൊന്ന് ബീച്ചിൽ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവളെയും കൊണ്ട് ബീച്ചിലെല്ലാം പോയി എന്നൊക്കെ അറിഞ്ഞു. നമ്മൾ അവിടുന്ന് കോഴിക്കോട് 6 മണി ആകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബീച്ചിലെല്ലാം കണ്ടിറങ്ങി. നമ്മൾ തിരിച്ചു പോയത് കുറ്റ്യാടി ചുരത്തിൽ കൂടിയാണ്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ കൊടുത്തിക്കൂടി വരുമ്പോൾ കുറ്റ്യാടി ചുരത്തിൽ കൂടിയാണ് പോകുന്നത്. കുറ്റ്യാടി ചുരത്തിൽ രാത്രി അധികം വണ്ടിയൊന്നുമില്ല. അത്യാവശ്യം ചെറിയ വണ്ടിയാണ്. അവർക്ക് കൂടെ ഭയങ്കര തിരക്കും ബ്ലോക്കും വലിയ വണ്ടികളെല്ലാം പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിൽ കൂടെ മുട്ടായിശ്ശേരികളിൽ ഭയങ്കര വിലക്കുറവുണ്ട്. നിങ്ങൾ പോയി നോക്കുക. നിങ്ങൾ പറ്റിയ സംഭവമെല്ലാം അവിടെ ഉണ്ട്. കുറേ ടോപ്പുകളും ചെപ്പുകളും എല്ലാവരും കോഴിക്കോട് പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇറങ്ങി നോക്കാൻ ശ്രമിക്കുക. അവൾ ആദ്യമായിട്ടാണ് കോഴിക്കോട് കൊണ്ടുപോകുന്നതും അവളെ മിഠായിശ്ശേരിയിൽ കൊണ്ടുപോയതും പിന്നെ ബീച്ചിൽ കൊണ്ടുപോയതെല്ലാം നമ്മൾ ആദ്യമായിട്ടാണ്. അവളെല്ലാ കാഴ്ചയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവളെല്ലാ കാഴ്ചയും കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മൾ സ്കൂട്ടിയിൽ കൂടെ പോയതുകൊണ്ട് അവൾക്കെല്ലാം കാണാനും എല്ലാം ആസ്വദിക്കാൻ വേണ്ടി അവർക്ക് പറ്റി. അവൾ ആദ്യത്തെ അനുഭവമായിട്ട് സ്കൂട്ടിയിൽ ഇത്ര ദൂരം വന്നത്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും കൂടെ കൂട്ടാൻ അങ്ങനെ കടലിൽ കൊണ്ടുപോയി. അച്ഛനും മോളും ഭയങ്കര കളിയാണ്. അങ്ങനെ കടലിൽ അവളെ ഇറക്കി. അവൾ അതിൻ്റെ കൂടെ കുറേ നടന്നു. അവൾ അച്ഛൻ്റെ ഒപ്പം കളിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തു. അവളെ ചിരിയും കളിയെല്ലാം കണ്ട് അവളെ ആശ്വസിപ്പിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങിയാണ്. അവൾ വെള്ളത്തിൽ കീയുമ്പോൾ ഭയങ്കര ചിരിയാണ്. ഇപ്രാവശ്യം തിരിയൊന്നും അധികം കണ്ടില്ല. തിരിയെല്ലാം അങ്ങാണ് ഉള്ളത്. പിന്നെ അവിടെ നിന്ന് ഒരു മീനെ കിട്ടി. അങ്ങനെ അതെല്ലാം നോക്കി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവളെ കുറേ നേരം നടത്തി. അവൾക്ക് അതിൽ കൂടെയെല്ലാം നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവളെ കളിയെല്ലാം കണ്ട് ഭയങ്കര രസമാണ്. അവളെ കളിയെല്ലാം കണ്ടിരിക്കാൻ അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അവൾ കുറേ ആസ്വദിക്കുന്നെല്ലാം ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ ആൾക്കാരാണ് ബീച്ചിലെല്ലാം ഉണ്ടായത്. അവിടെ ചായക്കടയും എല്ലാം ഉണ്ട് ബീച്ചിൽ. ഐസ്ക്രീം, ചായക്കട, കളിപ്പാട്ടം, എല്ലാവരും കളിക്കാൻ വേണ്ടി കളിപ്പാട്ടെല്ലാം വാരി, മണലെല്ലാം വാരി, വീടെല്ലാം കെട്ടി. അങ്ങനെ കുറേ കുട്ടികൾ അവിടെ ഇരുന്ന് കളിക്കുന്നെല്ലാം ഉണ്ടായിരുന്നു. ഇനി കുറച്ചുകൂടി വലുതായിട്ട് ഇവളെ കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം ചെറുതല്ലേ എന്ന് വിചാരിച്ച് കുറച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവളെയും കൊണ്ട് ആദ്യമായിട്ടാണ് നമ്മൾ കടലിൽ പോയത്. ഇതുവരെ കടലിലൊന്നും കൊണ്ടുപോയിട്ടില്ല. നമ്മളങ്ങനെ ആദ്യമായിട്ട് കടലിലെല്ലാം അവളെ കാണിച്ചു. അവർക്ക് ഓർമ്മയുണ്ടോ എന്നൊന്നും അറിയില്ല. നമ്മൾ എന്നാലും അവളെ കൊണ്ടുപോയി കാണിച്ചു. അടുത്ത മാസമാണ് ഇവിടെ പിറന്നാൾ വരുന്ന 1 വയസ്സാവാനായി. അങ്ങനെ നമ്മൾ അവളെ സന്തോഷവും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. കളിപ്പാട്ട മേടിച്ചു കൊടുത്തു. വേറെ ഒന്നും
തിന്ന് കഴിക്കാനൊന്നും അവർക്കൊന്നും വേണ്ട, കളിപ്പാട്ടം കളിക്കണം എന്നുള്ള ചിന്തയാണ്. അങ്ങനെ അതെല്ലാം മേടിച്ചു കൊടുത്തു നമ്മളവിടെ മെല്ലെ ഇറങ്ങി. ഫോട്ടോ എടുത്തില്ല, നമ്മൾ എഴുതി അതിൻ്റെ മാത്രമായി എൻ്റെ അവിടെ കുട്ടികൾ വീടുണ്ടാക്കി കളിക്കും. നമ്മളാണ് നമ്മളെ സ്വത്തുമണിയും അതുപോലെ നിശാന്തും കൂടി ഇതാ കടലിൽ ഇറങ്ങിയിരിക്കുന്നു. കുതിരേന്റെ മേലെ ഇത് രണ്ട് കൈതുകൾ. കുതിരേന്റെ മേലെ രണ്ട് കൈതുകൾ. അതൊന്ന് നിശാന്ത്, ഒന്ന് നിശാന്തിന് പോകണം. അതാ പോകുന്നു.
ഞാൻ കോഴിക്കോട്. ഹലോ ഇങ്ങോട്ട് കയറിയാലോ ഓട്ടോ വീഡിയോ എടുക്കാലോ.